സുഹൃത്തുക്കളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളെ ആസ്പദമാക്കി നമ്മെ ഏവരെയും വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയത്തെപ്പറ്റി, അല്ലെങ്കിൽ ഒരു ചോദ്യത്തെപ്പറ്റി, വചന വെളിച്ചത്തിൽ ചില തിരിച്ചറിവുകൾ ഏവരുമായി പങ്കിടുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, പൂർവാധികമായി വചന പ്രഘോഷണം നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു വർഷത്തിൽ ആദ്യത്തെ 3 മാസമെങ്കിലും മൺസൂണിനേക്കാൾ കൂടുതൽ ശക്തമായി പെയ്യുന്നത് വചന പ്രഘോഷണത്തിൻ്റെ മൺസൂണാണ്, മഴയാണ്. കേരളത്തിൻ്റെ മണ്ണ് ഈ വചന പ്രഘോഷണ മഴ കൊണ്ട് കുതിർന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആത്മീകമായി ഒന്നും മുളയ്ക്കുന്നില്ല. പ്രത്യേകിച്ച് യുവതീ-യുവാക്കന്മാർ തികച്ചും ആത്മീകമായ അന്താളിപ്പിലാണ്. അവർക്കാവശ്യമായ ആത്മീയ പോഷണമോ മാർഗദർശനമോ പ്രേരണയോ ആത്മധൈര്യമോ പ്രദാനം ചെയ്യുന്ന ഒരു വചന ശുശ്രൂഷയും ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് സത്യം. ഇതാണ് പൊതുവായി എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. മറ്റുള്ളവർ പറയുന്ന, അല്ലെങ്കിൽ അവരെന്നെ അറിയിക്കുന്ന പരാതികളെ ആസ്പദമാക്കിയാണ് ഞാനിത് പറയുന്നത്. ആരെയും കൊച്ചാക്കാൻ പറയുന്നതല്ല. പിന്നെയോ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിൽ കൂടെ നമുക്ക് വല്ല ഗുണവും അല്ലെങ്കിൽ നേട്ടവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന പ്രത്യാശയിൽ ചില കാര്യങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകളുടെ വെളിച്ചത്തിൽ നിങ്ങളുടെയും എൻ്റെയും ശ്രദ്ധയ്ക്ക് അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ ഒരു പ്രശ്നം എന്നെ വളരെയധികം അലട്ടുന്നതിൻ്റെ കാര്യം, ഞാനും ഒരു 10-25 വർഷം വചനപ്രഘോഷണം എന്ന് പറയുന്ന ഈ വയൽ പ്രദേശത്ത് നന്നേ അധ്വാനിച്ച വ്യക്തിയാണ്. ഞാൻ അതിനുശേഷം തിരിഞ്ഞു നോക്കി എൻ്റെ ഈ വലിയ തത്രപ്പാടുകളെ വിലയിരുത്തുമ്പോൾ അത് ഭൂരിപക്ഷവും ഫലശൂന്യമായിരുന്നു എന്ന ഒരു പ്രതീതിയാണ്, എന്നൊരു നിഗമനത്തിലാണ് ഞാൻ എത്തിച്ചേരുന്നത്. അതെന്നെ നന്നേ ദുഃഖിപ്പിക്കുന്നുണ്ട്, അലട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അന്വേഷണം നടത്തുന്നതും അതിൻ്റെ ഫലങ്ങൾ, അല്ലെങ്കിൽ അതിൽ കൂടെ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നതും എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒട്ടുമുക്കാലും എന്നോടുള്ള വിമർശനം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമുക്കറിയാം, പൊതുവേ ദൈവരാജ്യത്തെ പറ്റിയുള്ള ഉപമകളാണ്. അതിൽ ആദ്യത്തെ ഉപമ വചനപ്രഘോഷണത്തെപ്പറ്റി തന്നെയാണ്, സുവിശേഷീകരണത്തെപ്പറ്റി തന്നെയാണ്. ആദ്യത്തെ 9 വാക്യങ്ങളിൽ വിത്ത് വിതയ്ക്കാൻ പോയവൻ്റെ ഉപമ, അല്ലെങ്കിൽ വിതയ്ക്കുന്ന വിത്തുകളുടെ ഉപമ, വിത്ത് വിതയ്ക്കുന്ന ഉപമ എന്നാണ് അറിയപ്പെടും. അപ്പോൾ 6 തരത്തിലുള്ള മണ്ണുകളെ പറ്റി അവിടെ പറയുന്നുണ്ട്. വഴിയരികിൽ വീണ വിത്ത്, പാറപ്പുറത്ത് വീണ വിത്ത്, മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്ത്, പിന്നെ 100, 60, 30 മേനി വിളഞ്ഞു എന്ന് പറയുമ്പോൾ അത് 3 തരത്തിലുള്ള, ആഴങ്ങൾക്ക് തന്നെ 3 തരമുണ്ട്. നന്നേ ആഴമുള്ള മണ്ണ്, അത്രമാത്രം ആഴമില്ലാത്ത മണ്ണ്, എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന 60 മേനി വിളവ് തരുന്ന മണ്ണ്. അപ്പോൾ ഈ 4 തരത്തിലുള്ള അവസ്ഥകൾ അവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് യേശു എന്താണ് മനസ്സിലാക്കുന്നത്? വചനം ഒന്ന് മാത്രമേ ഉള്ളൂ, വിത്തൊന്ന് മാത്രമേ ഉള്ളൂ. വിതയ്ക്കുന്നവൻ ആ വിത്ത് ഏത് കാര്യക്ഷമതയോടുകൂടെ, ഉത്തരവാദിത്വ ബോധത്തോടെ, ആത്മീകമായ വിവേചനത്തോടുകൂടെ ഈ ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വചന ശുശ്രൂഷ അത് യഥാർത്ഥത്തിൽ വചന ശുശ്രൂഷ ആണെങ്കിൽ അതിന് ഉണ്ടായിരിക്കണം. ഫലമില്ലാത്തതൊന്നും ആത്മീകമായി സാധൂകരിക്കുവാൻ സാധ്യമല്ല എന്നത് യേശുവും അതിനു മുൻപ് സ്നാപക യോഹന്നാനും ആവർത്തിച്ച് അതിശക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട്
അതിനെപ്പറ്റി കൂടുതലായി ഒരു വാദമുഖം ഉന്നയിക്കേണ്ട കടമ എനിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. അതിനോട് നാം എല്ലാവരും യോജിക്കുന്നവരാണ്. നാം ഇപ്പോൾ ഒരു ചെടി നട്ടു, ഒന്നിൽ അതിൽ പൂവുണ്ടാകണം, അല്ലെങ്കിൽ ഫലം കായ്ക്കുന്ന വൃക്ഷമാണെങ്കിൽ അതിൽ ഫലമുണ്ടാകണം. ഇത് രണ്ടുമില്ല എങ്കിൽ നാം എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്ത് ആത്മീയ ഫലമാണ് എനിക്ക് പുറപ്പെടുവിക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നത് എന്ന് മാത്രവുമല്ല, ഇനിയുള്ള നാളുകളിൽ എപ്രകാരമുള്ള ആത്മീയ ഫലമാണ് ഞാൻ പുറപ്പെടുവിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഈ സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന വ്യക്തികൾക്കും അവരെ കേൾക്കുന്ന ഈ വലിയ ജനാവലിക്കും തുല്യമായ കടമയുണ്ട് എന്ന് യേശുവിൻ്റെ പഠിപ്പീരിയുടെ വെളിച്ചത്തിൽ ഞാനിപ്പോൾ ഒന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. കാരണം ഇപ്രകാരമുള്ള ചുമതല ബോധം ഏതാണ്ട് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഏതാണ്ട് ഒരു ആചാരം നിർവഹിക്കുന്നത് പോലെ, ഉദാഹരണമായിട്ട് വർഷം തോറും ഒരു കൺവെൻഷൻ വേണം. അത് ഇന്ന സ്ഥലത്തെ കൺവെൻഷന് വളരെ കൂടുതൽ പ്രശസ്തിയുണ്ട്, അപ്പുറത്തെ കൺവെൻഷൻ കുറച്ചുകൂടെ മോശമാണ്, പിന്നെ മലമ്പ്രദേശത്തോട്ട് പോയാൽ അതിനേക്കാൾ മോശമാണ്. അപ്പോൾ ദൈവത്തിൽ തന്നെ കൺവെൻഷന് പ്രത്യേകമായ ലേബിൾ ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രാകൃതമായ ധാരണകളാണ് സുറിയാനി ക്രിസ്ത്യാനിയുടെ മനസ്സിൽ കൂടുതൽ നിൽക്കുന്നതെന്ന് എന്നേക്കാൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കാലത്ത് എൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്താണെന്നറിയാമോ? ഇയാൾ മാരാമണ്ണ് പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതിനപ്പുറത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് മാർത്തമക്കാരൻ്റെ കണ്ണിൽ മാരാമണ്ണ് ഒരിക്കലൊന്ന് പ്രസംഗിച്ചാൽ മതി, പിന്നെ അവൻ അപ്പോസ്തലന്മാരെക്കാൾ അപ്പുറത്താണ് എന്നൊരു ധാരണയാണ്. അതുപോട്ടെ, അങ്ങനെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ ഞാനിപ്പോൾ അപഗ്രഥിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തെപ്പറ്റി നിങ്ങളുമായി ഒരുമിച്ച് തുറന്ന മനസ്സോടെ ചിന്തിക്കണം എന്ന് ഉള്ള ഒരു ഉൾപ്രേരണ ഞാൻ അനുഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായി മനസ്സിലാക്കേണ്ടത് വചന ശുശ്രൂഷയെയും മാത്രമല്ല ആത്മീയമായ എല്ലാ സംരംഭങ്ങളെയും എല്ലാ വ്യക്തിത്വങ്ങളെയും അളക്കുവാൻ യേശു തന്നെ നൽകിയ ഒരു അളവുകോലുണ്ട്. അതെന്താണ്? അത് ഫലഭൂഷ്ടി എന്ന അളവുകോലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് ഏവർക്കും മനഃപ്പാഠം അറിയാവുന്നതുപോലെ യേശു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങളധികം ഫലം കായ്ക്കും. ഫലം കായ്ക്കാത്തതൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ട് കളയുന്നതാണ് നല്ലത്. അതായിരിക്കും അതിൻ്റെ വിധി എന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു വൃക്ഷത്തെ അറിയുന്നതിൻ്റെ ഫലം കൊണ്ടായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ വെറും ശബ്ദങ്ങളായി നമ്മുടെ മനസ്സിലോ നമ്മുടെ ഇടയിലോ ഒഴുകി നടക്കുന്നുവെന്നല്ലാതെ ഇതിന് നമ്മുടെ ജീവിത ദർശനവുമായി ബന്ധം വേണമെന്നോ അത് നമ്മുടെ പരിഗണനയിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നോ എന്ന ഒരു താല്പര്യമോ ചിന്തയോ നമുക്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇപ്രകാരം ഈ ഉപമയുടെ വെളിച്ചത്തിൽ ഒരുമിച്ച് ചിന്തിക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുവാനിടയായത്. അപ്പോൾ ആദ്യമായി ഫലഭൂഷ്ടി ഉണ്ടാകണം. എന്നാൽ പ്രശ്നം എന്താണ്? ഫലഭൂഷ്ടി ഉണ്ടാകുന്നില്ല. വിത്ത് വിതച്ചതുകൊണ്ട് കൊയ്ത്തെടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. വിത്ത് വിതയ്ക്കുന്നവൻ ഉത്തരവാദിത്വ ബോധത്തോടും വിവേചന ബുദ്ധിയോടും ദൈവികമായ തിരിച്ചറിവോടും കൂടെ നിർവഹിക്കേണ്ട വളരെ ഉത്തരവാദിത്വപരമായ ഒരു പാവന കർമ്മമാണിത്, ദൗത്യമാണിത് എന്നതിനെപ്പറ്റി ഏവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് യേശു ഇവിടെ അറിയിക്കുകയാണ്. അപ്പോൾ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ, അതിൽ പ്രത്യേകിച്ച് കൺവെൻഷൻ പ്രാസംഗികരെന്ന് പറഞ്ഞ് പ്രത്യേകമായ ശ്രേണിയിൽ സ്ഥിതി ചെയ്യുകയും ആളുകളുടെ ബഹുമാനം കുറേ കൂടെ വലിയ തോതിൽ ആർജിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾ അതിപ്രശസ്തരായ സുവിശേഷ പ്രാസംഗികരാണ് എന്ന ബഹുമതി നേടുവാൻ, ഇപ്പോൾ മഹാകവി എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആസ്ഥാന കവി എന്നൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹം ഒരു മാരാമൻ കൺവെൻഷൻ പ്രസംഗകനാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഉള്ള താല്പര്യമുള്ള ആളുകൾ
വചനം എന്ന് പറയുന്നത് അത് ഈ ചീകി അതിൻ്റെ ഓരോ വാക്കുകളും അടർത്തിയെടുത്ത് മണത്ത് നോക്കി മറിച്ചിട്ട് തിരിച്ചിട്ട് ദോശ ഇടുന്നത് പോലെ കിഷ് 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 എന്നൊക്കെ നോക്കി, പിന്നെ അവിടെ എന്തെല്ലാം ജോക്ക്, എന്തെല്ലാം കഥ, ഏതെല്ലാം വിധത്തിൽ അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വർദ്ധിപ്പിക്കാം, ആളുകൾക്ക് കേൾക്കുമ്പോൾ കാതിന് രസമുണ്ടാകണം, മനസ്സിൽ കുളിർമയുണ്ടാകണം. ഇക്കിളി വേണമെന്നല്ല ഞാൻ പറഞ്ഞ, കുളിർമയുണ്ടാകണം. അങ്ങനെയുള്ള നാനാവിധമായ പരിഗണന ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന അവിയലിൽ ചേർക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്നയാൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ, അത് ഇച്ചിരൂടെ പുതിയതെന്ന് തോന്നാവുന്ന ആശയം എനിക്കെങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും, അതിന് തക്കതായ വചനം എവിടെ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും, അതുപോലെ തന്നെ സാധാരണ ആളുകൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ഹൃദ്യമായി എനിക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും, ഏത് തരത്തിലുള്ള കഥകളാണ് ഇന്ന കൺവെൻഷനിൽ വരുന്ന ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള വളിപ്പുകളാണ് ഇന്ന കൺവെൻഷനിൽ കൂടുതൽ വിറ്റുപോകുന്നത്. ഇങ്ങനെയുള്ള വളരെ സൂക്ഷ്മമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അല്പം പോലും അറിയുവാൻ കൂട്ടാക്കാതെ, അതായത് പ്രത്യേകിച്ച് കൺവെൻഷൻ പ്രസംഗകരും പൊതുവായി പറഞ്ഞാൽ വചനപ്രഘോഷണം നടത്തുന്ന ഏവരും തീരെ അവഗണിക്കുന്നത് എന്താണ്? തൻ്റെ മുമ്പിലിരുന്ന അല്ലെങ്കിൽ തങ്ങളുടെ മുമ്പിലിരുന്ന അവർ വിളമ്പുന്ന ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന കാര്യം, വചനം വിളമ്പിക്കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ വചനത്തിൻ്റെ വിത്തുകൾ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടുപോകുന്ന മഹാന്മാരായ ആളുകൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. തൻ്റെ മുമ്പിലിരുന്ന് അല്ലെങ്കിൽ തങ്ങളുടെ മുമ്പിലിരുന്ന് കേൾക്കുന്ന, വചനം കേൾക്കുന്നുവെന്ന് നാം പൊതുവെ നിഗമിക്കുന്ന ഈ വ്യക്തികളുടെ അവസ്ഥ എന്താണ്? ഈ വ്യക്തികൾക്ക് യേശുവിൻ്റെ വചനവുമായി ബന്ധം പാലിക്കുവാനുള്ള ക്ഷമത എപ്പോഴുണ്ടോ? ഇല്ല എങ്കിൽ ഈ ഒരു വശത്തിൽ, ഇൻ ദിസ് റെസ്പെക്റ്റ്, അവരെ പരിമിതപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്താണ്? യേശുവിൻ്റെ സുവിശേഷത്തെ അതിൻ്റെ ആത്മാവിലും അർത്ഥത്തിലും സ്വീകരിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ മുമ്പിലിരുന്ന് സുവിശേഷം കേൾക്കുവാൻ താല്പര്യമുള്ളവർ എന്ന് നടിച്ചിരിക്കുന്ന ആളുകളുടെ അവസ്ഥ, അവരുടെ മനസ്സിൽ, അവരുടെ വ്യക്തിത്വത്തിൽ കുടികൊള്ളുന്ന ഘടകങ്ങൾ, അവ സുവിശേഷത്തെ സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ സുവിശേഷ സത്യങ്ങളെ സ്വീകരിക്കുന്നതിന് തടസ്സമായി പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്താണ്? അവയെ അതിജീവിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? ഞാൻ എന്നെ തന്നെ എപ്രകാരം കരുപ്പിടിപ്പിക്കണം? എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ എപ്രകാരം ആത്മീകമായി വളർത്തണം? കാരണം നമുക്കേവർക്കും യേശുവിൽ കൂടെ പഠിക്കാവുന്ന ഒരു വലിയ സത്യമുണ്ട്. അതും ഇപ്പോഴത്തെ സമർത്ഥമായി സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ 100% അവഗണിക്കുന്നതാണ്. എന്താണ്? യേശു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, ജീവൻ്റെ വചനമാണ് യേശു എന്ന് നമ്മൾ പറയുന്നത്, ലിവിങ് വേർഡ്, ജീസസ് ഈസ് എ ലിവിങ് വേർഡ്. യേശു ഒരു വാക്ക് പറഞ്ഞാൽ ജീവിതങ്ങളെ, വ്യക്തിത്വങ്ങളെ, സ്വഭാവങ്ങളെ മാറ്റിമറിക്കുന്ന ശക്തി അതിനുണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്, വാക്കുകളുടെ മാധുര്യമോ വാക്കുകളുടെ പ്രത്യേകതയോ അല്ല. ഇപ്പോൾ നാം ധരിച്ചിരിക്കുന്നത് വാക്കുകളുടെ സൗന്ദര്യവും ചില പ്രയോഗങ്ങളുടെ ശക്തിയുമാണ് വചന ശുശ്രൂഷയുടെ ആ നട്ടല് എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. യേശു അങ്ങനെ വിചാരിച്ചില്ല. യേശുവിൻ്റെ ധാരണ, യേശുവിനെപ്പറ്റി അങ്ങനെയൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് അർത്ഥവും വെളിച്ചവും ശക്തിയും പകരുന്നത് വ്യക്തിത്വമാണ്. അതുകൊണ്ട് യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് കുഷ്ഠരോഗി പറയുന്നത്, ശതാധിപൻ പറയുന്നത്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം വരും, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞാൻ ശുദ്ധനായി തീരും. ഒരു വാക്ക്, അത് വാക്കിൻ്റെ ശക്തിയല്ല, നിൻ്റെ ശക്തിയാണ്, നിൻ്റെ വ്യക്തിത്വം അപ്രകാരമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന് തീർച്ചയായും തിരിച്ചറിയാൻ കഴിയും
എൻ്റെ മുമ്പിലിരുന്ന് സുവിശേഷം കേൾക്കാനിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? യേശുവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തീർച്ചയായും പിടിച്ചു പറ്റുന്ന ഒരു യാഥാർത്ഥ്യം, യേശു ആളുകളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തിരുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു. അവർ ചിന്തിക്കുന്നത് അവർ അത് പ്രസ്താവിക്കുന്നതിന് മുൻപേ യേശു പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മകനെ നിൻ്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടുള്ളിൽ പിറുപിറുത്ത ശാസ്ത്രിമാർ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു ചോദിക്കുന്നില്ലേ, നിങ്ങൾ ഇപ്രകാരം ഉള്ളിൽ പിറുപിറുക്കുന്നത് എന്തുകൊണ്ട്? അതാണ് യേശുവിൻ്റെ വ്യക്തിത്വം. അപ്പോൾ തീർച്ചയായും ആ ഒരു വെളിച്ചത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. യേശു എന്ന ജീവൻ്റെ ദൂതും, ദ ലിവിങ് വേർഡ്, ജീവൻ്റെ വചനവും ഇപ്പോൾ വചനപ്രഘോഷണവുമായി ജനങ്ങളുടെ കൈയടി വാങ്ങിച്ച് നടക്കുന്ന ഏവരുടെയും സമീപനത്തിൽ ആ കൂട്ടത്തിൽ ഞാൻ എന്നെ ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് ആദ്യമേ പറഞ്ഞു. ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ എന്നെപ്പറ്റിയാണ് പറയുന്നത്. അതിൽ വ്യത്യാസം എന്താണ്? നമ്മുടെ എല്ലാം നാവിൽ വളരെ സാഹിത്യ രുചിയുള്ള വാക്കുകളുണ്ട്. ഭംഗിയായി അടുക്കിപ്പെറുക്കി പറയാൻ നമുക്കറിയാം, ആളുകളെ രസിപ്പിക്കാൻ നമുക്കറിയാം, ആളുകളെ ഒരുപക്ഷെ കണ്ണഞ്ചിപ്പിക്കാൻ നമുക്കറിയാം. പക്ഷേ മനുഷ്യരുടെ ഉള്ളിൽ തൊടുന്നൊരു വാക്ക് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ വ്യക്തിത്വം വളർന്നിട്ടില്ല, ആത്മീയമായി വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാക്ക് വളർന്നു, പക്ഷേ ആത്മാവ് ഉണർന്നിട്ടില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടെന്ത് സംഭവിക്കുന്നു? വിത്ത് വാരി എറിയുകയാണ്, എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞങ്ങ് നിറയ്ക്കുകയാണ്. ടണ്ണ് കണക്കിനാണ് വിത്ത് എറിയുന്നത്. പക്ഷേ ഇത് എവിടെ ചെന്ന് വീഴുന്നുവെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് വഴിയരികിൽ ചെന്ന് വീഴുന്നു, അത് അന്നേരമേ പക്ഷികൾ കൊത്തി അത് പോകുന്നു. അതിന് യാതൊരു ഭാവിയുമില്ല. അതുകൊണ്ടാരും ഒരു കഷ്ണം അപ്പം കഴിക്കാനിടയില്ല, ആർക്കും ഇത് പ്രയോജനപ്പെടുന്നില്ല. ഒത്തിരി വാരി വിതറി വിതച്ചു എന്ന ഒരു ദുരഭിമാനം ഈ ആത്മീയ കർഷകന് ഉണ്ടാകാം. അതുകൊണ്ട് അവന് നടക്കാം, അത് ഒരു ലേബലായിട്ട് നെറ്റിയിലൊട്ടിച്ചുകൊണ്ട് നടക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അങ്ങനെ കഠിനഹൃദയത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആത്മീയ ദർശനത്തോടും ആദർശങ്ങളോടും മൂല്യങ്ങളോടും അല്പം പോലും പ്രതിപത്തിയില്ലാതെ അതിന് ഘടകവിരുദ്ധമായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ അവിടെ ഇരിക്കുമ്പോൾ അവരുടെ മേൽ യേശുവിൻ്റെ വചനം പതിക്കുന്നത് ഈ വഴിയരികിൽ വീണ വിത്ത് പോലെയാണ്. അവിടെ വ്യക്തിത്വത്തിൽ ആഴം അല്പം പോലുമില്ല. അതുകൊണ്ട് അവരുടെ ബാഹ്യതലങ്ങളിൽ എവിടെയോ ഒന്ന് മുട്ടി വചനം അങ്ങ് തെറിച്ച് പോവുകയാണ്. ഒരിക്കലും അവരുടെ ഉള്ളിലേക്ക് ഇത് പ്രവേശിക്കുകയില്ല. ആ അവസ്ഥ തിരിച്ചറിയാതെ നിങ്ങൾ 1000 വർഷം പ്രഘോഷണം നടത്തിയാലും അതിൻ്റെ ഫലം പൂജ്യമായിരിക്കും എന്നതാണ് യേശു നമ്മെ അറിയിക്കുന്ന കാര്യം. രണ്ടാമതായി പറയുന്നത്, അവിടെ പാറമേൽ വീണ വിത്ത്, ആഴമില്ല. അവിടെയും അവസ്ഥ അങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ കർഷകരോട് വിധിക്കുമായിരുന്നില്ല. അവിടെ ഇരിക്കുന്ന ആളുകളുടെ അറിയാൻ വയ്യാത്ത ആളുകൾ അവരത്രമാത്രം കഠിനഹൃദയരല്ല എങ്കിലും അവിടെ വീഴുന്ന വിത്തിനും ഭാവിയില്ല. അത് മുളച്ചു വരും, പെട്ടെന്ന് അത് അണഞ്ഞു പോകും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ശ്രദ്ധ അർഹിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഇടയിൽ വിശ്വാസപരമായ മർമ്മങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ എല്ലാവരും പെട്ടെന്ന് സ്വീകരിക്കും. പക്ഷേ അതിന് ഭാവി ഉണ്ടാകുകയില്ല. കാരണം എന്താണെന്നറിയാമോ? എന്തും പെട്ടെന്ന് സ്വീകരിക്കുന്നവർ ഒരിക്കലും അത് ദീർഘനാൾ വെച്ചുകൊണ്ടിരിക്കാൻ കൂട്ടാക്കുന്നവരായിരിക്കുകയില്ല. ഒന്നും പരിഗണിക്കാതെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു പക്ഷേ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ കൂടെ ഐസ് ഓഫ് അൺബിലീഫ് അതിനെ പരിഗണിച്ച് അതുമായുള്ള ബന്ധത്തിന് ആഴം വർദ്ധിപ്പിക്കാൻ കൂട്ടാക്കാത്ത ഒരു വ്യക്തികളുടെയും ഉള്ളിൽ ഈ വിശ്വാസത്തിൻ്റെ വിത്ത് വീണാൽ അത് നിലനിൽക്കുകയില്ല. അവരെത്രമാത്രം അനായാസമായത് സ്വീകരിച്ചോ അത്രയും എളുപ്പത്തിൽ തന്നെ അത് അവരിൽ നിന്ന് വിട്ടുപോകും എന്ന സുപ്രധാനമായ ശ്രദ്ധേയമായൊരു സത്യമാണ് യേശു ഈ രണ്ടാമത്തെ ഭാഗത്ത്, അതായത് പാറമേൽ വീണ വിത്ത്, അത് മുളയ്ക്കും പക്ഷേ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും എന്ന് പറയാൻ കാര്യം. ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ. കാരണം നമ്മൾ മതത്തെ ചില ആചാര അനുഷ്ഠാനങ്ങളുടെ മാത്രം ആകത്തുകയെ മനസ്സിലാക്കുമ്പോൾ
ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആഴമുണ്ടാകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അത് അനുഷ്ഠിക്കപ്പെടുന്നത് യാന്ത്രികമായിട്ടാണ്. യാന്ത്രികമായതെല്ലാം ഉപരിപ്ലവതയാണ്. ഈ ഉപരിപ്ലവതയിൽ നിൽക്കുന്ന ഒന്നും വേറെ താഴേക്ക് പോകുന്നതല്ല. അത് ചെറിയ കാറ്റടിക്കുമ്പോൾ അത് കടപുഴകി വീണു പോകും, ഭാവിയില്ല, ഫലമുണ്ടാകുകയില്ല എന്ന് നാം തിരിച്ചറിയണം. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെയാണ് നിൽക്കുന്നത്. മൂന്നാമത് പറയുന്നത് മുള്ളിൻ്റെ ഇടയിൽ വീണു, മുള്ളൻ്റെയും പറക്കാർ. അത് വീണ വിത്ത് മുളച്ചു വന്നു, പക്ഷേ അത് മുള്ളതിനെ ഞെരുക്കിക്കളഞ്ഞു. അതായത് ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാത്ത, ഇപ്പോൾ പ്രോസ്പെരിറ്റി ഗോസ്പൽ പോലെ. ഇപ്പം പ്രോസ്പെരിറ്റി ഗോസ്പൽ കേട്ട് വന്നൊരു വ്യക്തി ദൈവത്തിൻ്റെ പ്രശ്നത്തിൽ വരുമ്പോൾ ദൈവത്തെ ശപിച്ച് ഇട്ടുമുച്ച് പോയി കളയും. സംശയിക്കേണ്ട. യോബിനോട് അവൻ്റെ ഭാര്യ ഇതാണല്ലോ പറഞ്ഞത്, നീ നിൻ്റെ ദൈവത്തെ ശപിച്ച് ചത്തുകള. നല്ലൊരു ഉപദേശമല്ലേ? ഒരു ഭാര്യ തക്കതായ തുട കൊടുക്കുന്ന തക്കതായ ഒരു ഉപദേശമാണ്. ഇത് വേണം നമുക്ക് കരുതാൻ ഏതായാലും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ, ഇതൊന്നും ആരും തിരിച്ചറിയുന്നില്ല. 2000 വർഷത്തിന് മുൻപ് വളരെ ശാസ്ത്രീയമായി തന്നെ, യുക്തിസഹജമായി ലോകമനുഷ്യ അവസ്ഥയെ ആത്മീയത കടൽ കൂടെ കാണുമ്പോൾ മനസ്സിലാകുന്ന ഘടകങ്ങൾ വളരെ വ്യക്തമായി, ഇതിൽ കൂടെ വ്യക്തമായിട്ട് എങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്. അങ്ങനെ നമുക്ക് നൽകിയിട്ടും ഇതിനെപ്പറ്റി ആർക്കും ഒരു ചിന്തയില്ല. അതൊരു അതിശയം തന്നെയാണ്. പിന്നെ പറയുന്നു അവിടെ, പിന്നെ ഈ വിത്തുകൾ ഭാഗ്യവശാൽ ദൈവകൃപയാൽ ദൈവത്തിൻ്റെ നീതിയും വിശ്വസ്തതയുമാണ്. അത് ആഴമുള്ള മണ്ണിലും വീഴും. ആഴമുള്ള മണ്ണുകളുണ്ട്. പ്രത്യേകിച്ച് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന യൂട്യൂബ് സംഗമത്തിൽ കൂടെ അങ്ങനെയുള്ള ആഴമുള്ള മണ്ണുകളുമായി എനിക്ക് കൂട്ടായ്മ പാലിക്കാൻ കഴിയുന്നുവെന്നത് ഈ കാലത്തെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു എന്ന് നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തുടർന്നുള്ള ഈ ഒരു ആത്മീയ സംഗമത്തിൽ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള വ്യഗ്രത നമ്മുടെ എല്ലാവരുടെയും പൊതു ഘടകമായി വളർന്നു വരട്ടെ എന്ന പ്രാർത്ഥന നിങ്ങളും ഞാനും ഒന്നുപോലെ എല്ലാ ദിവസവും നിലനിർത്തേണ്ടതാണ് എന്ന് ഈ സമയത്ത് ഞാൻ കർത്തൃനാമത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ അവിടെയും 3 തോതുണ്ട്. ചിലയിടത്ത് വീഴുന്ന വിത്ത് ഒരേ വിത്താണെങ്കിലും അത് 100 മേനി അത്ഭുതകരമായ മനസ്സിൽ ആവേശമുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു വിളവുണ്ടാകും. ചിലയിടത്ത് 60 ഉള്ളൂ, ചിലയിടത്ത് 30 ഉള്ളൂ. സാരമില്ല, എന്തെങ്കിലും ഉണ്ടല്ലോ. മറ്റ് 3 വീണതും പിന്നെ ഒന്നും അതിനകത്ത് നിന്നും ഉണ്ടായില്ല, ആർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല. വെറും നിഷ്ഫലമായ പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഒരു വലിയ മർമ്മഭേദകമായ ദുഃഖത്തിൻ്റെ സംഭാഷണമാണ്. ഹൃദയം പൊട്ടുകയാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ. ഇത് വചനപ്രഘോഷണത്തിൽ മാത്രമല്ല, മനുഷ്യൻ്റെ വലിയ വലിയ സംരംഭങ്ങളുടെ മധ്യത്തിലും അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകളുടെ അനുഭവത്തിലും അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലും ഇതെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ്: രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവസാന നിമിഷത്തിലും അന്ത്യശ്വാസം വലിക്കുമ്പോഴും പറയേണ്ടി വരും, ഒന്നും കിട്ടിയില്ല. ഒത്തിരിയൊക്കെ അധ്വാനിച്ചു, ഒത്തിരിയൊക്കെ ക്ലേശിച്ചു, കഷ്ടം സഹിച്ചു, പ്രയത്നിച്ചു, പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അങ്ങനെയുള്ള അവസ്ഥ വരരുത്. അതൊരു ദുരവസ്ഥയാണ്. അതാർക്കും ഉണ്ടാകരുത് എന്നാണ് ദൈവത്തിൻ്റെ നിർബന്ധം, എന്നാണ് യേശു നമ്മെ അറിയിക്കുന്നത്. ഒരു മനുഷ്യന്, സ്ത്രീയായാലും ഒരു വ്യക്തിക്ക്, സ്ത്രീയായാലും പുരുഷനായാലും അവശ്യം ഉണ്ടാകേണ്ട ഒരവസ്ഥയാണ് അനുഭൂതി, നിർവൃതി, ഫുൾഫിൽമെൻറ്റ്. ആ ഫുൾഫിൽമെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ഫ്രൂട്ട്ഫുൾനെസ്. അതുണ്ടാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ കാര്യമായ മാറ്റം വരുത്തണം. അതാണ് വചന ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായിരിക്കണം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികളുടെ അവസ്ഥ എന്ത് എന്ന് തിരിച്ചറിയുവാൻ അല്പം പോലും കൂട്ടാക്കാതെ, എൻ്റെ കയ്യിൽ ഒത്തിരി, എൻ്റെ പോക്കറ്റിൽ ഒത്തിരി കല്ലുകളുണ്ട്, ഞാനത് ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു എന്നതുപോലെ വചനപ്രഘോഷണം നടത്തി കൈയടി അടിച്ചു വാങ്ങാൻ നടക്കുന്നവർ,
അവർ ഏത് ദർശനത്തിലാണ്, ഏത് ഉദ്ദേശത്തിലാണ്, ആരോടുള്ള പങ്കാളിത്തത്തിലാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് ഏവരും തിരിച്ചറിയണമെന്നൊരാഹ്വാനം ഈ ഒരു ഉപമയിൽ അടങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ആഗോളതലത്തിൽ ആളുകൾ വളരെ പരിഭ്രമത്തോടുകൂടെ തിരിച്ചറിയുകയും ചിന്തിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള വിഷയമാണ് നാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം വചനപ്രഘോഷണം പൂർവാധികമായ ശക്തിയിലും സാമർഥ്യത്തിലും തോതിലും നടന്നുകൊണ്ടിരിക്കെ ആത്മീയമായ ഫലം പൂർവാധികമായി കുറഞ്ഞും അതില്ലാതെയുമായിത്തീരുന്ന ഈ ഒരു വിരോധാഭാസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? അതുകൊണ്ട് അത് കുറച്ചുകൂടെ വ്യക്തമാകുന്നതിന് ഒരു ചെറിയ റെഫറൻസൂടെ പറഞ്ഞിട്ട് ഞാൻ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം ആരംഭത്തിൽ സ്നാപകയോഹന്നാനെ പറ്റി പറയുന്നുണ്ട്. സ്നാപകയോഹന്നാൻ എന്താണ് പറയുന്നത്? ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു എൻ്റെ വാക്കാണ്. കർത്താവിൻ്റെ പാത നിരപ്പാക്കുവാൻ വന്നവനാണ് ഞാൻ. അർത്ഥം എന്താണ്? യേശുവെന്ന ജീവൻ്റെ വചനം അത് ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് അത് 100, 60, 30 മേനി വിളവ് പുറപ്പെടുവിക്കണമെങ്കിൽ അതിന് തക്കതായ ആ മനുഷ്യ സ്വഭാവം എന്ന് പറയുന്ന ഈ മണ്ണ് ഒന്ന് ഇളക്കി മറിച്ച് ആ വിത്തിനെ സ്വീകരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ അതിനെ ആക്കി തീർക്കേണ്ട ഒരു ശുശ്രൂഷയുണ്ട്. പ്രിപ്പയറിങ് ദ വേ ഫോർ ദ ലോഡ്. അതിൻ്റെ പ്രാധാന്യം നാം ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പാത നിരപ്പാക്കേണ്ട യാതൊരു ആവശ്യമില്ല. മൈക്കുള്ളത് കൊണ്ട് അലറി വിളിച്ചാൽ മതി, പണമുള്ളത് കൊണ്ട് വലിയ സംരംഭം നടത്താം. ഇങ്ങനെയുള്ള വലിയ മൗഢ്യത്തിലാണ് ക്രിസ്തീയ സമൂഹവും സഭകളും ഇന്ന് ആണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രാവർത്തികമായ ബുദ്ധി, സാങ്ക്ടിഫൈഡ് കോമൺ സെൻസ് ദറ്റ് ഷൈൻസ് ത്രൂ ദ വേർഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിനെ മനസ്സിലാക്കി നമ്മുടെ സമീപനങ്ങളെ തിരുത്തുവാനും കൂടുതൽ ആത്മീയമായ ഫലപുഷ്ടി ഉണ്ടാകത്തക്ക വിധത്തിൽ എല്ലാ ആത്മീയ ദൗത്യങ്ങളെയും പുനരാവിഷ്കരിക്കുവാനുമുള്ള ഒരു വലിയ അത്യാവശ്യം ഇന്ന് നമ്മെ തുറച്ചു നോക്കുന്നുണ്ട് എന്ന് മാത്രം ഈ ഒരു വലിയ ഉപമയുടെ വെളിച്ചത്തിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.